കപ്പളങ്ങ കുമ്പളങ്ങ കപ്പളങ്ങ നാളെ നോക്കാം. ഇനി നമുക്ക് യൂട്യൂബിൽ നിന്ന് കാശ് വരുന്നത് കപ്പളങ്ങ കുമ്പളങ്ങ അങ്ങനെയൊക്കെ സാധനം വെച്ചോണ്ടിരിക്കാം. ചോറ് എന്നൊക്കെ ഞാൻ പണി തരാം കേട്ടോ. അന്നേരം ഇതൊന്ന് ഓർത്ത് വെച്ചു. ഉറുമ്പിൻ്റെ കൂടാ. അതേലും ഉണ്ടല്ലോ, ആ പൈപ്പേലുണ്ട്, ആ കല്ലിൻ്റെ അവിടുത്തെ. നിങ്ങൾക്ക് 2 പേർക്കും അത് അറിയത്തില്ല, പിന്നെ കൂടുതൽ പറയണ്ട. ആ മനോഹരനെ കാണുവാണെങ്കിൽ എത്രയാണെന്ന് ചോദിക്കണേ. അത് കൊടുക്കണേ എത്രയാണെന്ന് അറിയണ്ടേ? അത് ഞാൻ വിളിക്കുന്നില്ല, ഞാൻ പോയി കാണുമ്പോൾ കൊടുക്കുന്നുള്ളൂ. അതൊന്നും കുഴപ്പമൊന്നുള്ള കേസല്ല. അമ്പലത്തിൽ പോയി കടം വെച്ചിട്ട് 1 മാസം കഴിഞ്ഞാൽ കൊടുക്കുന്നത്. ഇതിപ്പോൾ 2 ദിവസമല്ലേ ആയുള്ളൂ. മനോഹരന് അത് വിഷയമുള്ള കേസല്ല. അതുപോലെ പുള്ളി വിഷയമുള്ള കേസല്ല. ആ ഞങ്ങളങ്ങനല്ല, ഞങ്ങൾ പൈസ കൊടുക്കാനുണ്ടെങ്കിലേ ചെയ്യത്തുള്ളൂ, അല്ല ചെയ്യത്തില്ല. ആ ശ്യാമളമ്മ അമ്പലത്തിൽ പോയടി ശാംഭവി. ആ പറഞ്ഞു. ഇനി ചോറ് വെന്തില്ല, എന്നാ എനിക്ക് ഭയങ്കര വേവാന്ന്. ഞാൻ എന്നാ ചെയ്യാനാ, ഞാൻ ഇച്ചിരി കഞ്ഞി വരിക്കൊണ്ടിരാ. ഞാൻ നോക്കിയിട്ട് ആ തവി ഇങ്ങനെ തവി വേണ്ട, പിന്നെ കഞ്ഞി എടുക്കുക. കറി കണ്ടപ്പോൾ തൊട്ട് കഞ്ഞി വേണം, ചോറ് വേണം. കഞ്ഞി പോരെ? കറിയല്ല, ചോറാവാത്ത ചോറ് ഇവിടെ. കുറച്ച് നേരം ഇപ്പോൾ കേട്ടോ. ബാ ആര് പോയി? ചുമ്മാ ശ്യാമളമ്മ ഞങ്ങൾ പോയി ഒറ്റയ്ക്ക് അയക്കുമ്പോൾ വല്ല പണിയും വേണ്ട. ആ ഇതിൽ കൂടുതൽ എന്നാ ആരാനാ? കഞ്ഞിയൊക്കെ വാർത്തു. കോഴി കുഞ്ഞിന് പേടി കേട്ടോ, പേടി തന്നെ കിട്ടും കേട്ടോ. കുഞ്ഞ് മാറ്റിക്കും, ഒറ്റടിക്കുന്ന പേടി അറിയോ? പിന്നെ ശ്യാമളമ്മയുടെ കൂടെ താമസിക്കുമ്പോൾ ഞെട്ടും. അന്നേരം മൊത്തം എന്നും ഞെട്ടലായിരുന്നു. ഇപ്പൊ അത് വല്ലപ്പോഴേ ഉള്ളൂ. നീ ആരോടും പറയല്ലേ, ഞാൻ കൊച്ചേ ഇവിടെ ഞെട്ടലാണ്. നിന്റെ ഈ പേടിപ്പില്ല കൊച്ചെ ഞെട്ടുന്നത്. ഞാനാണോ പഠിപ്പിച്ചത്? നീയല്ലേ പേടിപ്പിക്കുന്ന കൊച്ചിനെ എല്ലാത്തിനും. എന്നാടി
കോഴിയെ കണ്ടിട്ടാ. കോഴിയെ ഓടിച്ചു വിടറേ. പിന്നെ കോഴിയെ കുഞ്ഞിനെ പേടിയാ നമുക്ക്. എന്നാ ഇതുണ്ട്, ഇങ്ങനെ വരണം. ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ കാലും വെച്ച് ഇങ്ങനെ ഓടിച്ചാൽ മതി. ഉണ്ടോ ഓടിയേ? ഇത്രയും കേസേ ഉള്ളൂ. ജയമേടെ അടുത്ത് പോയിട്ട് വരാം. ഓക്കെ. ബാഗ് ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ട്. ഇതിലേക്കൂടെ പോയേ. പത്തമ്പഴി ഒന്ന് പോകണമെന്നുണ്ട്. ഉണ്ട്. അതെ അതെ. നീ പോരെ, ഞാൻ ഇവിടെ കണ്ടാക്കാം. ഞാനാ ഞാൻ ഇറങ്ങാൻ വേണ്ടി വന്നല്ലോ, ഉറങ്ങിപ്പോയാൽ ഞാൻ ഇന്നലെ 2 മണി വരെ അതിന് ഫോൺ പരിഹരിക്കുന്ന അറിയണ്ടേ എന്നാ ചെയ്യുമെന്ന് പറ.
ഉറങ്ങിപ്പോയെന്ന് ആ കാനപ്പള്ളി വന്നപ്പോൾ ഒരു പുള്ളി എന്നെ ആ ഓട്ടോസ്റ്റാൻഡിൽ തന്നെ വിളിച്ച് എന്നെ ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. അറിയാന്നാ പിന്നെ ഉറങ്ങാൻ ബസ് പിന്നെ ഉറങ്ങാനല്ലേ, ടിക്കറ്റ് എടുത്തിട്ടായിരിക്കും, ചുമ്മാ ഇരിക്കുന്നൊന്നുമല്ല, ഉറങ്ങുമൊക്കെ ചെയ്യാതെ. ഉറങ്ങിക്കഴിഞ്ഞാൽ എടുക്കുവോ? ഏറ്റവും ഫ്രണ്ട് ഇരിക്കുമല്ലേ, ഇപ്പൊ ഒച്ച കേൾക്കത്തില്ല പരിപാടിച്ചാ. ഞാൻ വീഡിയോ കണ്ടോണ്ടിരിക്കും, എത്ര മണിക്കൂറായിട്ടാണ് വീഡിയോ. നീ എവിടെ പോവാടി? പോലീസുകാർക്ക് ഇവിടെ കിടന്ന തന്നെ കുഴപ്പം. പിന്നെ അവരും ഒരു മനുഷ്യരല്ലേ. കണ്ടക്ടർ KSRTCയിലെ കണ്ടക്ടർ ഭയങ്കര കംപ്ലൈൻറ്റ്. എന്നാന്നറിയോ, അവർ മറ്റേ ഈ ലോക്കെന്ന് പറഞ്ഞാൽ ഈ ഡോറ് തുറക്കുന്ന ഇങ്ങനെ താഴോട്ടായിരുന്നു നേരത്തെ, അത് നേരെ മുകളിലോട്ടാക്കി. അപ്പോൾ ആൾക്കാർ വന്ന് പിടിച്ചോണ്ടിരിക്കുക, ഇവരുടെ സമയം പോവാ വെറുതെ. എൻ്റെ ടിക്കറ്റ് എടുക്കണം, ഇവിടെ വന്നിരി. അല്ല നീ തന്നെ എടുത്തോണം, അവിടെയൊക്കെ പോയിരുന്ന. ഞാൻ പറയാം എനിക്കെടുത്തില്ല, അതുകൊണ്ട് അവിടെ പോയിരുന്ന. ചോദിച്ചില്ലോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചി ഇവിടെ താമസിക്കുന്നത്.
അരിപ്പൊടി ഇത് കാരം ചേർത്ത് ഉണ്ടാക്കുന്നതല്ല ഈ പപ്പടം. ഇവിടെ എല്ലാവർക്കും ഞാൻ ഒരേ കവർ കൊടുത്തു. ഇന്ന് വരെ ഇവിടെ നിന്ന് ഒരു കംപ്ലീറ്റ് എനിക്ക് വന്നിട്ടില്ല. ഇവിടുത്തെ ചേട്ടനും മേടിച്ചു അറിയാമോ? നല്ല പപ്പടമായത്. ഇതല്ലാതെ നിങ്ങൾക്ക് ചീത്ത തന്നിട്ട് ആ കാശ് മേടിച്ച് എൻ്റെ മുന്നിൽ കൊണ്ട് കൊടുക്കാനില്ല. നിങ്ങൾ ചോദിച്ചു എൻ്റെ വീട് നീണ്ടൂരാണ്. അല്ലാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ നമ്പറെ വിളിച്ചാൽ മതി. നമ്പറൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. അത്രയും ഉത്തരവാദിത്വത്തിന്റെ പേരിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? എന്റെ കുഞ്ഞു വേണ്ടായിരുന്നു, അതാ വിഷയം. അങ്ങനെ പറയല്ലേ. ഒരു മണി ചോറിന്റെ പൈസ ഈ ഒരു കവറേ ഉള്ളൂ. 30 പാക്കറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ ദൈവം ഈ സാൻഡി ഇതും കൂടെ ഉള്ളൂ. അതാ പറഞ്ഞത്. ഇനി എനിക്ക് എന്റെ വീട്ടിൽ പോകാം. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ട്. വേണം പൈസ തന്നെ. അതാ നല്ലത്. $50 തന്നാൽ മതി. അതെ കയ്യിലിരിക്കുന്നു. എന്റെ പൊന്നോ, ഇതെല്ലാം ഞാൻ പറയണോ അല്ലേ? അത് സാറില്ല. ഇത് ഇടമറ്റങ്കാവല്ലേ അല്ലേ? ജച്ചാച്ചൻ വിഷമിച്ചിരിക്കുകയായിരിക്കും നമ്മളെ കാണാൻ. പെട്ടെന്ന് ഇല്ല. ഇവിടെ നല്ല മഴയാണ്. മുണ്ടക്കത്ത് ചെറുതായിട്ട് പെയ്തിട്ട് പോയെന്നാണ്.